ഈ നേരത്താരാ ഫോൺ വിളിക്കണത്? ഹലോ ഹലോ ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വർക്കിന്റെ ഇടയിൽ ഫോൺ വിളിക്കരുതെന്ന്? ഞാനൊരു വീട്ടിൽ കയറിയൊക്കെയാണ് മോഷ്ടിക്കാൻ. ഞാൻ വേറൊരു വീട്ടിൽ കയറി. ഇവിടെ ഒന്നുമില്ല. എന്റെ മോനെ, ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. നീ ഒരു ടോറസ് ഒപ്പിക്കാമോ? നീ കോറസ് പഠിക്കോ, ഞാൻ കൂടെ പഠിക്കോളാം. കോറസ് അല്ലടാ, ഒരു ടോറസ് ടിപ്പർ ഒപ്പിക്കാമോ? അതൊക്കെ ഒപ്പിക്കാം. ഫുൾ സാധനങ്ങൾ നമുക്ക് എടുത്തോണ്ട് പോവാം. അതൊക്കെ ഞാൻ റെഡിയാക്കാം. പെട്ടെന്ന് റെഡിയാക്കണം. ഞാനും അങ്ങോട്ട് വരട്ടെ. കട്ട് ചെയ്തോ, ആരോ വരുന്നുണ്ട് ഇങ്ങോട്ട്. ചേട്ടാ പതുക്കെ ഇങ്ങോട്ട് പാടി. എന്തോ ചേട്ടാ, എന്ത് സ്പീഡിലേട്ടാ ഈ നടക്കുന്നത്? വള്ളിക്കെട്ട് നല്ല സിനിമയായിരുന്നു എന്തായാലും. അയ്യോ വള്ളിക്കെട്ടല്ലേ ചേട്ടാ, ജല്ലിക്കെട്ട്. നീ അല്ലേ എന്റെ കൂടെ വന്നത്, അതുകൊണ്ടാണ് ഞാൻ വള്ളിക്കെട്ടെന്ന് പറഞ്ഞത്. നീ ഇന്ന് സിനിമ കാണുമല്ലായിരുന്നല്ലോ. നീ എപ്പോഴും പുറകോട്ട് തിരിഞ്ഞിരിക്കുവായിരുന്നു. നീ ആരെ നോക്കുവായിരുന്നില്ലേ അവിടുന്ന്? അത് സിനിമ ആരെ നോക്കുവായിരുന്നു ചോദിച്ചാ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ? ചേട്ടാ അത് സിനിമ വരുന്നത് എവിടുന്നാന്ന് നോക്കുവായിരുന്നു. സിനിമ വരുന്നത് എവിടുന്നാന്നോ? തമ്പാനൂർ കമ്പർ സ്റ്റേഷനിൽ നിന്ന്. അത് എനിമയില്ലേ? ഒരൊറ്റ വീക്കാൻ വെച്ചു കേട്ടോ. ഇന്നലെ വൈകിട്ട് എന്തോ അടുക്കള ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടത്. അയ്യോ അത് ചേട്ടാ, അത് പൂച്ച പാത്രത്തിൽ ചാടിയിട്ട് പാത്രം താഴെ വീണതാ. പൂച്ച ചാടിയെന്നോ? പൂച്ച ചാടി. ഇനി ആ പൂച്ച വരുമ്പോൾ പറഞ്ഞു അവന്റെ ലൈസൻസ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട്, സമയം കിട്ടുവാണെങ്കിൽ വന്ന് മേടിച്ചിട്ട് പോകാൻ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ 10,000 രൂപ പിഴയാണെന്ന് ആ പിഴയോട് പറഞ്ഞേക്കണം കേട്ടോ. ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യം പറയാം ചേട്ടാ, എന്നെ ഇങ്ങനെ സംശയിക്കരുത് ചേട്ടാ. സംശയിക്കണ്ടോ? സത്യം പറയടി, ആരടി അവന്? അയ്യോ ചേട്ടാ, ചേട്ടന്റെ ലൈസൻസ് അല്ലേ, അത് വായിച്ചാൽ ചേട്ടൻ കണ്ടുപിടിച്ചാ പോരെ ആരാന്ന്. എന്റെ ലൈസൻസ് ഉണ്ട്, അതിനകത്ത് പേരുമുണ്ട്. എടി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അതാണ് ഈ അഹങ്കാരം നിന്റെ. സത്യം പറ, ആരടി അവൻ? എന്റെ ചേട്ടാ അങ്ങനെ ഒരാളില്ലേ ചേട്ടാ. എനിക്കറിയാം, ആരോ ഉണ്ട്. നീ പറ, ആരാണെന്ന് പറയാൻ. ചേട്ടാ അങ്ങനെ ഒരാളില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക ചേട്ടാ. ഞാനിത് വിശ്വസിക്കത്തില്ല. എന്ത് പറഞ്ഞാലും ഇതിങ്ങ് സംശയോ. നിങ്ങളുടെ ഈ ആട്ടും തുപ്പും കേട്ട് ഞാൻ അങ്ങ് സഹിയേട്ട്. ചേട്ടാ സിനിമ കഴിഞ്ഞു, ഇത് കേക്ക്. സിനിമ കഴിഞ്ഞ് ജോളിയായിട്ട് വന്നിരുന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ആട്ടും സൂപ്പ് ഉണ്ടാക്കി വെച്ചത്. സിനിമ കഴിഞ്ഞ് ജോളിയായിട്ട് വന്ന് കഴിക്കാനല്ലേ ഞാൻ ആട്ടും സൂപ്പ് ഉണ്ടാക്കി വെച്ചതെന്ന്. ജോളി, ആട്ടും സൂപ്പ്, സയനൈഡ്. അത് ശരി. അപ്പൊ എന്നെ തട്ടിട്ട് വേറൊരുത്തനെ കിട്ടി സുഖിച്ച് ജീവിക്കാനാണ് പ്ലാൻ അല്ലേടി? സത്യം പറയടി. ആട്ടും സൂപ്പിനകത്ത് സയനൈഡ് തന്നിട്ട് എന്നെ തീർത്തിട്ട് വേറൊരുത്തന്റെ കൂടെ ജീവിക്കാനല്ലേടി? സത്യം പറയടി, ആരുടെ അവൻ? ആരുടെ കൂടെ ജീവിക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? നീ മിണ്ടരുത്. സത്യം പറ, ആരാണത്? ഇല്ല ചേട്ടാ, അങ്ങനെ ഒരാളില്ല ചേട്ടാ. ഇനി നിന്നോട് ഞാൻ സംസാരിക്കില്ല. ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ തോക്കായിരിക്കും. നിങ്ങളുടെ നാക്കിറങ്ങി പോയോ? മനസ്സിലായി? എവിടെ എന്റെ തോക്ക്? എവിടെ? അയ്യോ ചേട്ടാ, തോക്കെടുക്കല്ലേ ചേട്ടാ, തോക്കെടുക്കല്ലേ. എന്റെ ദൈവമേ, എന്റെ കഷ്ടകാലത്തിനാണല്ലോ ഞാനിവിടെ വന്നത്. ഈ പുള്ളിക്കാരെ തോക്കെടുത്ത് ആ പെണ്ണുമ്പോളിനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാല് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് സാക്ഷി പറയേണ്ടി വരും. കോടതി ചെന്ന് ജഡ്ജി എന്നോട് ചോദിക്കും താനെന്തിനാ ആ നേരത്ത് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ട്. ജഡ്ജിനോട് എനിക്ക് നുണ പറയാൻ പറ്റില്ല. ഈ പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും ഇടപെടണം, അല്ലെങ്കിൽ അലമ്പാവും മൊത്തം. ചേട്ടാ ചേട്ടാ എന്നെ കൊല്ലല്ലേ ചേട്ടാ, എന്നെ കൊല്ലല്ലേ ചേട്ടാ. ചേട്ടാ കൊല്ലും. കൊല്ലല്ലേട്ടാ. കൊല്ലും. കൊല്ലല്ലേട്ടാ. കൊല്ലും. കൊല്ലല്ലേട്ടാ. കൊല്ലും. കൊല്ലും. കൊല്ലല്ലേട്ടാ. ഞാൻ കൊല്ലും. എന്നെ കൊല്ലല്ലേട്ടാ. ഇല്ല, കൊല്ലല്ലേട്ടാ. കൊല്ലും. കൊല്ലല്ലേട്ടാ. കൊല്ലല്ലേട്ടാ. എന്നെ കൊല്ലല്ലേ. ഇത് വെടിവെച്ച് കൊല്ലണാണ് ഈ പുലികളിയാണ്? ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്ത് പോലീസ് സാർ, ഇവിടെ നിന്ന് ഞാൻ കൊല്ലും. ഇവിടെ നിന്ന് ഞാൻ കൊന്നിരിക്കും. ചേട്ടാ, ചേട്ടന്റെ ഭാര്യയല്ലേ, പിന്നെ എന്തിനാണ് വെറുതെ അവരെ കൊല്ലണത്? കൊല്ലാനുള്ള തക്കതായ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊല്ലുന്നത്. എന്താണ്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്തിനാ എന്നെ കൊല്ലുന്നത് ചോദിച്ചേ. എന്തിനാണ് താൻ ഇവിടെ കൊല്ലുന്നത്? അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ കൊന്നിരിക്കും. ഇന്ന് ഇവിടെ കൊല്ലരുതാണ് ഞാൻ പറഞ്ഞത്. കൊല്ലും ഞാൻ ഇവിടെ. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. കൊല്ലരുത് പറഞ്ഞാൽ കൊല്ലരുത്. ഞാൻ ആരാണ് നിനക്കറിയാൻ പോണം. ശരിയാണല്ലോ. താനാരാണ് എന്റെ വീട്ടിൽ വന്ന് എന്നെ വഴക്ക് പറയാൻ? താനാരാണ്? ഇല്ല, എന്റെ ചേട്ടൻ എന്നെ കൊല്ലരുതെന്ന് പറയാൻ ഇയാളാരാണോ? ഇയാളാരാണ്? സർക്കാരിന്റെ ആള്. സർക്കാരിന്റെ ആള്? കുടുംബ കോടതിയിൽ നിന്ന് വന്നേക്കണ ആള്. കോടതിയിൽ നിന്ന് വന്നേക്കുന്നു? ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉള്ള വീട്ടിൽ വന്ന് ഒത്തീർപ്പാക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് വിട്ടേക്കണ ആളാണ് ഞാൻ. അമിക്കേസ് കുരി. അമിത് കസ്തൂരിയോ? അമിക്കേസ് കുരി. അമിത് കസ്തൂരി ആണെങ്കിൽ രാത്രി എന്തിനാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നത്? എടുത്ത് കാണുന്നത്? അയ്യോ, ഇത് കൂളിംഗ് ഗ്ലാസ് അല്ല. കോടതിയുടെ സർക്കാരിന്റെ ഓരോരോ ഭരണപരിഷ്കാരങ്ങളെ ഇത്ര ഉള്ള സാധനം. അപ്പൊ കോടതിയിൽ നിന്ന് വന്നേക്കുന്നതാണ്? അതെ.
മിസ്റ്റർ അമിത് കസ്തൂരി, എന്താ അവിടുത്തെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാനൊരു കാര്യം ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോടതിയാ? നിങ്ങൾ കോടതിയിൽ വന്നാൽ നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, കോടതി അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കോടതി സംശയം എനിക്കൊരു കാര്യം ബോധിപ്പിക്കണം എനിക്ക് ആഗ്രഹിക്കുന്നു. ബോധിപ്പിക്കും. ബഹുമാനപ്പെട്ട കോടതി ഇത് കേൾക്കണം. ഇവൾ എന്നോട് കാണിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ കോടതി പോലും ഞെട്ടിപ്പോകും. എന്താണ് കാണിച്ചത്? യുവർ ഓണർ, എനിക്ക് കഴിക്കാനുള്ള ആട്ടിൻ സൂപ്പിനകത്ത് സയനൈഡ് ചേർത്തിട്ട് എന്നെ കൊന്നിട്ട് വേറെ തന്റെ കൂടെ വിവാഹം ചെയ്ത് ജീവിക്കാൻ ഇവൾ പ്ലാൻ ചെയ്തു. അത് മോശമാണ് ഭയ. നിങ്ങളുടെ ഭർത്താവല്ലേ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അരുത് കോടതി, മിണ്ടല്ലേ, ഞാൻ സംസാരിക്കട്ടെ. അരുത് കോടതി, അങ്ങനെ പറയരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? യു പ്രൊസീഡ്. ഇന്നേ വരെ സൈനൈഡ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും ഇല്ല കോടതി. പിന്നെ ഞാൻ എന്റെ ഭർത്താവിനെ കൊല്ലുന്നത്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. നിങ്ങൾ ഇടക്ക് കയറി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്ലോ പോകില്ലേ? പറയൂ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവൾ അത് മാത്രമല്ല എന്നോട് കാണിച്ച ക്രൂരത. ഇവൾ എന്നോട് ഭയങ്കര ഒരു ക്രൂരത കാണിച്ചു. എന്താണ് ഇവള് കാണിച്ച ക്രൂരത? ഇവൾ എന്റെ അമ്മയോട് കാണിച്ച ക്രൂരത കേട്ടാൽ കോടതി പോലും കരഞ്ഞു പോകും. എടോ, എന്താണ് ആ ക്രൂരത? യുവർ ഓണർ, എന്റെ അമ്മയും ഇവളും ആറ്റിൽ കുളിക്കാൻ പോയ സമയത്ത് എന്റെ അമ്മ മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയി. അത് കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഒരു കൂസലുമില്ലാതെ ഇവൾ എന്റെ വീട്ടിൽ കയറി വന്നു. യുവർ ഓണർ, ഇത് ശരിയാണോ? ശരിയാണോ പെങ്ങളെ? ഇയാളുടെ അമ്മ ഒലിച്ചു പോയി കഴിഞ്ഞപ്പോ നിങ്ങൾ അത് കണ്ടിട്ട് കാണാതെ പോയത് ശരിയായില്ല. ഒരു കാര്യം ഇങ്ങനെ കിടന്ന് വേളം വെച്ച കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണോ? എനിക്ക് ഇത് ഒത്തീർപ്പാക്കണ്ട. ഒന്നാമത്തെ സമയം പരവരാന്ന് വെളുക്കാറായി. അതിന്റെ ഇടക്ക് കയറി ഒബ്ജക്ഷൻ സത്യം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ കോടതി. പറഞ്ഞോളൂ. കോടതി ഒരു കാര്യം ഇയാൾ മിണ്ടാതിടോ. ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കട്ടെ. എന്റെ അമ്മ ആ ക്രൂരത അത് എന്താണ് പ്രശ്നം? ഞാൻ എന്ത് ക്രൂരത കാണിച്ചെന്ന് ഈ പറയുന്നത് എന്താന്ന് അറിയാവോ കോടതി? എന്റെ ഭർത്താവായി ഈ രണ്ടാം കക്ഷി പറഞ്ഞിട്ടുണ്ട്. രണ്ടാം കിട്ടോ? ഐ എഗ്രീഡ്. ഈ രണ്ടാം കക്ഷി പറഞ്ഞിട്ടുണ്ട് കോടതി, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് അസുഖകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കി അങ്ങ് വിട്ടേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അസുഖകരമായ ഒന്നായിരുന്നു എന്റെ അമ്മായിയമ്മ, അതായത് ഇദ്ദേഹത്തിന്റെ അമ്മ. അവരൊഴുകി പോയപ്പോ ഞാൻ അതിനെ അങ്ങ് ഒഴിവാക്കി വിട്ടു. അത്രേ ഞാൻ ചെയ്തുള്ളൂ കോടതി. അയ്യോ അയ്യോ. ബഹുമാനപ്പെട്ട കോടതി, കോടതി ശ്രമിച്ചിട്ട് ഈ വിരലുകൊണ്ട് അവളെ കുത്തിക്കൊല്ലാൻ എന്നെ അനുവദിക്കണം കോടതി. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമുക്കിപ്പോ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? ഇവളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കോടതി. പറ്റില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരാളോട് കൂടി ഒന്ന് ചോദിക്കാനുണ്ട്. ആരോടാണെന്ന് വെച്ചാ ചോദിക്കുന്നേ? എനിക്കറിയാം. ഇവിടെ ഒരു ആങ്ങളയുണ്ട്, ഒരു പൊങ്ങള. സ്ഥലം SI. വിളിക്കരുത്. SI വന്നാൽ ഞാൻ വിളിക്കൂല. SI വന്നാൽ ഞാൻ വിളിക്കൂല. ഞാൻ വിട്ടു പോകും. രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു വീട്ടിൽ നിൽക്കാൻ പാടില്ല. അത് ശരിയാവൂല. ഞാൻ പോയി. ഞാനും പറഞ്ഞു എന്തിനാണ് SI ഒക്കെ വിളിച്ചു വരുത്തുന്നത്? കോടതി വയ്ക്കുമ്പോ SIക്ക് എന്ത് വില? പുല്ല് വില. ഞാൻ തീർപ്പാക്കി തരാന്ന്. അപ്പൊ SI വിളിക്കണ്ടെന്ന് പറയാ. SI വിളിക്കണ്ട. ഒരു കാര്യം ചെയ്യാം. സമയം ഇത്ര അതിക്രമിച്ച് നേരെ പരപരാന്ന് വിളിക്കാറായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ഡൈവോഴ്സ് വേണം. എത്ര എണ്ണം വേണം? അത് തരുന്നത് പോലെ ഞാൻ സ്വീകരിച്ചോളാം. തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കേസ് ഞാൻ വരുന്ന 14-ാം തീയതിക്ക് മാറ്റി വെച്ചേക്കാം. 14-ാം തീയതിക്ക്. അയ്യോ, അത് പറ്റില്ല. ഇനി 14-ാം തീയതി പറഞ്ഞാൽ ഈ നാശത്തിനെ സഹിക്കണ്ടേ? ഈ ആവാസന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം, 14-ാം തീയതി വരെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ 14-ാം തീയതി വരെ നിങ്ങളുടെ ഭാര്യയെ കോടതി ഏറ്റെടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ റിമാൻഡിൽ വെച്ചേക്കാം. എടുത്ത് റിമാൻഡിൽ വെച്ചേക്കാം. ആയിക്കോട്ടെ. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പോവാ പെങ്ങളെ. അല്ലിപ്പോ എങ്ങോട്ടാ നമ്മള് പോന്നെ? എന്റെ വീട്ടിലോട്ടോ? അല്ല, അതൊരു കോടതിയാണല്ലോ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ശരി, വരുന്ന 14-ാം തീയതി കാണും കോടതി മുമ്പാകെ. ഞാൻ ഡിവോഴ്സ് ചെയ്യും. ശരി, ഓക്കെ. ബിരിയാണി വാങ്ങിച്ചു തരുമോ? ബിരിയാണി എന്ത് വേണേലും. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ബിരിയാണി വാങ്ങിച്ചു ഞാൻ മേടിച്ചു തരാന്ന്. അയ്യോ, സാറിന്റെ ഭരണാധികാരങ്ങൾ വിട്ടേച്ചാണല്ലോ പോയത്. സാറേ പോയോ? രവി വന്നേ. ഒരുത്തന്നെ ഒരു കള്ളിമുണ്ടും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് കയറി വന്നവൻ. കള്ളിമുണ്ടും ടീഷർട്ടും? അപ്പുറത്തെ വീട്ടിൽ വന്നല്ലോ അവൻ. എന്ത് കളർ ടീഷർട്ട്? കള്ളിമുണ്ടും ഒരു കറുത്ത ടീഷർട്ടും ഒക്കെ ഇട്ടുണ്ട്. അവനെ കണ്ടോ? അയാളെ നീ എന്താ വിളിച്ചേ? അവൻ ഒരുത്തൻ. എന്തിനാ അടിക്കുന്നേ? അമിത് കസ്തൂരി സാർ. സാറോ? അയാളെ അവന്റെ കയറി വിളിക്കുന്നു. അപ്പുറത്തെ വീട്ടിൽ കക്കാൻ കയറി കാണാൻ. അവനെ അവിടെ നിന്ന് ഞങ്ങൾ പിടിച്ചിട്ട് അവൻ ഇറങ്ങി ഓടിയത് നിങ്ങളുടെ മതിൽ ചാടി നിങ്ങളുടെ വീട്ടിലോട്ടാണ് കയറി വന്നത്. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി തനിക്ക് അങ്ങനെ മനസ്സിലായി? ഞങ്ങൾ CCTV കണ്ടതല്ലേ? അവൻ കള്ളനാണ്. അവൻ എവിടെ?
അയ്യോ അവൻ കള്ളനായിരുന്നു. അവൻ കള്ളനാണ്. എടാ മഹാഭാവി, അവൻ എന്റെ ഭാര്യയും കൊണ്ടാണല്ലോ പോയേക്കുന്നത്. കള്ളന്റെ കൂടെ ആണോ പെണ്ണുപിള്ളെ പറഞ്ഞു വിടുന്നത്? താനൊക്കെ ഇത്ര മണ്ടനാണോ? കുഴപ്പമില്ല, ഞാൻ എവിടെ നിന്ന് ചെന്ന് വണ്ടി വിളിച്ചോണ്ട് വരാം. നീ പേടിക്കണ്ട, കരയണ്ട. ഞാൻ ഈ വണ്ടി വിളിച്ചോണ്ട് വന്ന് നിന്നെ എങ്ങനെ നമുക്ക് പോകാം. കരയണ്ട, കരയണ്ടെന്ന് ചിരിക്കുന്ന ഇവിടെ പെണ്ണുപിള്ള പോയി പറഞ്ഞ് ചിരിക്കുന്നത് എന്തിനാന്ന്? പിന്നെ ഞാൻ എന്താണോ കരയുന്നത്? ആഹാ, ഇത് ആരുടെ കൂടാണ് ഈ പോയേക്കുന്നത്? ആരോടാണ്? എന്റെ ഭാര്യയല്ലേ ആ കള്ളന്റെ കൂടെ പോയിരിക്കുന്നത്. അതെ. അവിടെ സ്വഭാവം നിനക്കറിയാവോ? ഇല്ല. എടാ, ആ സാധനത്തിനെ 1 മണിക്കൂറെങ്കിലും ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? 1 മണിക്കൂറിനകം കൃത്യമായിട്ട് അവൻ ഇവിടെ കൊണ്ടുവിടും. അതാണ് എന്റെ ഭാര്യ സുലു.